Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. നല്ല അടിപൊളി മുട്ടക്കറിയാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് നല്ല പാലപ്പത്തിന്റെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്താണെന്ന് വെച്ചാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം നമുക്ക് പോകും. പക്ഷെ അത് നമ്മൾ വേറെ ജോലികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ വഴറ്റിക്കൊണ്ടിരുന്നാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അടിപൊളി മുട്ടക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 മുട്ടയ്ക്കുള്ള അളവുകളാണ് പറയുന്നത്. 3 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പീസുകളായിട്ടല്ല, ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറിയിൽ കൂടുതൽ മുളക് പൊടിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത് ഒരെണ്ണം. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്, 2-3 ചെറിയ പീസ്, 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലല്ല, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് കമൻസ് വന്നായിരുന്നു നോൺ സ്റ്റിക്ക് പാൻ ഒഴിവാക്കൂ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ മാറ്റിയിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യണം. അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലകൾ ഈ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കണം. അത്രയേ ഉള്ളൂ. മസാലകളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറുകയും ചെയ്യണം. ഒരുപാട് ഇളക്കി നമ്മൾ ഫ്രൈ ആക്കിയൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മസാലകളൊന്ന് കുക്കായി വരുന്ന അത്രയും സമയം ഒന്ന് ഇളക്കിയെടുക്കുക. അധിക സമയം ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേഗം തന്നെ നമ്മുടെ മസാലകൾ കുക്കായി കിട്ടും. എന്താണെന്ന് വെച്ചാൽ ചട്ടി നല്ല ചൂടാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം ബർണറിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് മുട്ട ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി വെളിച്ചെണ്ണ കൂടുതൽ വേണം. നിങ്ങൾക്ക് ഇത്രയും വെളിച്ചെണ്ണ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറയ്ക്കാട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ ആ ഒരു കാണുന്ന ഭംഗിയെ ബാധിക്കും, അതുപോലെ ടേസ്റ്റിനെയും ബാധിക്കും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ച് ചേർക്കാം. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റേ ചേർക്കുള്ളൂ. നമ്മുടെ സവോളയാണ് ഇനി ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ടെങ്കിലുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിൽ ചേർക്കുക എന്നുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഏകദേശം 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് മൊത്തത്തിൽ ആവശ്യമായ ഉപ്പാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കുള്ളൂ. നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നമ്മുടെ ഈ പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് വേണം നമ്മളിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ ആയി വരണം. നമ്മുടെ സവോളയുടെ കളറ് കംപ്ലീറ്റ് ആയിട്ട് മാറി സവോള ചുരുങ്ങി ബ്രൗൺ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോഴൊന്നും നമുക്കിനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. സവോള ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളർ കണ്ടോ, ഇതുപോലെ മാറി സവോളയുടെ അളവൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ മതി. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നന്നായിട്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം വേണം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കറി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ റെഡിയാക്കുക. തിളച്ച വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം.
നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇതാ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറയ്ക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മതി, അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് നമുക്കിനി 1-2 പൊടികളും കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർക്കുക. റോസ്റ്റ് ചെയ്ത് പൊടിച്ചതല്ല, വെറുതെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. നിങ്ങൾക്ക് മീറ്റ് മസാലയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർക്കാം, ചിക്കൻ മസാലയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി ഇതിലേക്ക് നിങ്ങൾ തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു തക്കാളി വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഞാൻ തക്കാളി അല്ല ചേർക്കുന്നത്, ടൊമാറ്റോ സോസാണ്. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ നിങ്ങൾ ഒരു 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്നേകാൽ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. ഇനി ഇതും കൂടി ഒന്ന് കുക്കായി വരട്ടെ. കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ, എല്ലാം കറക്റ്റായിട്ട് കുക്കായി വരുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവോള ഇനി ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് കുക്കാവണം. അതിനായിട്ടുള്ള വെള്ളം കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ തിക്കായി കഴിഞ്ഞു. ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത്. 1.5 കപ്പോളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മുട്ടയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, മുട്ട വരഞ്ഞിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ വരഞ്ഞിട്ട് ചേർക്കാം, വരയാതെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വരയാതെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വരഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ആ മസാലകളൊക്കെ മുട്ടയുടെ ഉള്ളിലേക്ക് പിടിച്ചു വരും. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. നമ്മൾ കറിവേപ്പിലയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയുടെ തണ്ടും ചേർത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയുള്ള ആ ഒരു ഗ്രേവിയുടെ കളറൊക്കെ കുറച്ച് വ്യത്യസ്തതയുള്ള, അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ സവോളയുടെ കൂടെ. അപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള മുട്ടക്കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ. നന്നായിട്ട് നമ്മുടെ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ മാച്ചായി പോയിക്കോളും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി വീണ്ടും വറ്റി വരും. അപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളതല്ലേ നല്ലത്, ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ഒക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അത്യാവശ്യം കുറച്ച് എരിവുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും എരിവ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള മുട്ടക്കറി നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.